ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. OET ലിസണിങ്ങിന്റെ സി പാർട്ടിൽ നിന്ന് ഞാനിവിടെ ഒരു ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട്. സി പാർട്ടിലെ ഈ ക്വസ്റ്റൻ ഏത് ടൈപ്പ് ആണെന്നും എങ്ങനെ ഇതിന്റെ ഓഡിയോ കേൾക്കാമെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വരാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം. സമീറ എക്സ്പ്ലെയിൻസ് ദാറ്റ് ചൈൽഡ്ഹുഡ് ഇൻകോണ്ടിനൻസ് റിമെയിൻസ് എ ഹിഡൻ പ്രോബ്ലം ലാർജ്ലി ബിക്കോസ്. സോ സമീറ പറയുന്ന അനുസരിച്ച് ചൈൽഡ്ഹുഡ് ഇൻകോണ്ടിനൻസ് ഒരു ഹിഡൻ പ്രോബ്ലം ആയിട്ടാണ് റിമെയിൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ, പേരൻസ് ആർ റിലക്റ്റൻറ്റ് ടു സീക്ക് അസിസ്റ്റൻസ്. സോ പേരൻസ് അസിസ്റ്റൻസ് സീക്ക് ചെയ്യാനായിട്ട് റിലക്റ്റൻ്റ് ആകുന്നു, വില്ലിങ് ആകുന്നില്ല. ഓക്കെ. ബി, ചിൽഡ്രൻ ട്രൈ ടു കൺസീൽ സിംറ്റംസ് ഫ്രം ദെയർ പേരൻസ്. സോ ചിൽഡ്രൻ പേരൻസിൽ നിന്ന് സിംറ്റംസ് കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരിക. ഓക്കെ. അടുത്തത്, പേരൻസ് ആർ അൺഅവെയർ ദാറ്റ് പ്രോബ്ലംസ് അക്കർ ഔട്ട്സൈഡ് ദ ഹോം. സോ പേരൻസ് പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്നത്, ഓക്കെ, ഹോമിൻ്റെ വെളിയിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്നതിൽ അൺഅവെയർ ആണ് പേരൻസ്. ഓക്കെ. സോ ഈ മൂന്ന് ഓപ്ഷൻസിൽ എന്ത് റീസൺ കൊണ്ടാണ് ഈ ചൈൽഡ്ഹുഡ് ഇൻകോണ്ടിനൻസ് ഒരു ഹിഡൻ പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി ഞാൻ ഈ ക്വസ്റ്റിൻ്റെ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഓഡിയോ ഒന്ന് കേട്ടിട്ട് ഏതാണ് ആൻസർ എന്ന് ഗസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ. I'm talking to Samira Hedden, a nurse working for a charity that helps families affected by childhood continence issues. Samira, childhood incontinence is often described as a hidden problem. Why is that? Yes, it's very much a hidden problem, I'm afraid. It's estimated that around 900,000 school-aged children in the UK are affected. Really? Issues like daytime bladder control, constipation and soiling can have a devastating effect on a child's academic and social development. That it's so little known is mainly down to the fact that families don't come forward and ask for help. Parents are often too embarrassed or simply persist in the mistaken belief that their child will grow out of the problems. And of course, the youngsters themselves don't want their peers and teachers to know what's going on, so the issue may never be raised with the school. Unless there's an episode in class, teachers may simply not realise that a student has a continence problem. സോ എല്ലാവരും ഓഡിയോ കേട്ടല്ലോ. സോ ഈ ക്വസ്റ്റിനെ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റൻ എന്നാണ് പറയുക. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൻ്റെ കോസ് ചോദിച്ചിരിക്കുകയാണ്. ഇനി ഈ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. So, I am talking to Samira Hedden, a nurse working for a charity that helps families affected by childhood continence issues. Samira, childhood incontinence is often described as a hidden problem. Why is that? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു അല്ലേ. ഇനി ഓഡിയോയിൽ പറയുന്നത്, സമീറ പറയുന്നത്, yes, it's very much a hidden problem, I am afraid. It is estimated that around 900,000 school-age children in the UK are affected. So, എത്ര കുട്ടികൾക്ക് ഈ ഇൻകോണ്ടിനൻസ് ഇഷ്യൂസ് ഉണ്ടാകുമെന്നാണ് ആദ്യത്തെ ലൈനിൽ പറയുന്നത്. Issues like daytime bladder control, constipation and soiling can have a devastating effect on a child's academic and social development. So, ഈ ചൈൽഡ്ഹുഡ് ഇൻകോണ്ടിനൻസ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എങ്ങനെ ഒരു കുട്ടീനെ ബാധിക്കുന്നു, എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതെന്നാണ് സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നത്. നൗ that it is so little known is mainly. So little known എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ചേ അറിയുള്ളൂ, അധികം അറിയില്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ, അതായത് ഹിഡൻ പ്രോബ്ലം എന്ന വാക്കിൻ്റെ സിനോണിമാണ് ദാറ്റ് ഇറ്റ് ഇസ് സോ ലിറ്റിൽ നോൺ എന്നുള്ളത്. നൗ ഇസ് മെയിൻലി ഡൗൺ ടു ദ ഫാക്ട് ദാറ്റ്. സോ ഡൗൺ ടു ദ ഫാക്ട് അല്ലെങ്കിൽ ഡൗൺ ടു ഇറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് എന്നതിൻ്റെ സിനോണിമാണ്. സോ ഇത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ആൻസർ വരുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഫാമിലീസ് ഡോണ്ട് കം ഫോർവേഡ് ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. ഓക്കെ, പേരൻസ് ആർ often too embarrassed or simply persist in the mistaken belief that their child will grow out of the problems. So families മുമ്പോട്ട് വരുന്നില്ല ഹെൽപ്പ് ചോദിക്കാനായിട്ട്. അത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. Now, അടുത്തത്, and of course the youngsters themselves don't want their peers and teachers to know what is going on. So അടുത്ത റീസൺ ആണ് പറയുന്നത്, യങ്സ്റ്റേഴ്സ് ടീച്ചേഴ്സിൽ നിന്നും പിയേഴ്സിൽ നിന്നും സിംറ്റംസ് ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതായത് ദേ ഡോണ്ട് വോണ്ട് അതേഴ്സ് ടു നോ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കൺസീലിൻ്റെ സിനോണിമാണ് അതൊന്ന് മനസ്സിലാക്കുക. കൺസീൽ എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞാലേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരൻസ് എന്നാണ്. സോ പേരൻസിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ബി ഓപ്ഷൻ വരില്ല. ഓക്കെ. പക്ഷേ നമ്മൾ ഓഡിയോ കേൾക്കുന്ന സമയത്ത് ചിൽഡ്രനെന്നോ കൺസീലെന്നോ ഒക്കെ കേൾക്കുന്ന സമയത്ത്, അതായത് ഒരു ഓപ്ഷനകത്തെ 2-3 വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അത് ആൻസർ ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. സോ അങ്ങനെ നമുക്ക് ഒരു ഓപ്ഷനകത്തെ വാക്കുകൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആൻസറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഐഡിയ ഡിഫറെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്,
So the issues may never be raised with the school unless there is an episode in class. Teachers may simply not realize that the student has a continence problem. So unaware, not realize എന്നുള്ളത് again C പറയുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷെ ഇവിടെ പേരൻസ് ആർ അൺഅവെയർ എന്നാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ, ആൻഡ് ഓഡിയോയിൽ ടീച്ചേഴ്സ് ആർ അൺഅവെയർ എന്നാണ്. സോ അതുകൊണ്ട് അതും വരില്ല. സോ ബേസിക്കലി ഈ എയും ബിയും സിയും ഓഡിയോയിൽ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനോട് ചേർത്ത് ഈ ബിക്കോസിൻ്റെ സിനോണിം വെച്ചിട്ട് ഡൗൺ ടു ദ ഫാക്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ കോസ് ആൻഡ് എഫക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. ബിക്കോസിന് എന്തൊക്കെ സിനോണിംസ് ആണ് ലിസണിങ്ങിൻ്റെ സി പാർട്ടിൽ അല്ലെങ്കിൽ റീഡിങ്ങിൻ്റെ സി പാർട്ടിലൊക്കെ നോർമലി യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ ഓഡിയോ കേൾക്കേണ്ട ഒരു രീതിയുണ്ട്, അതായത് ഓരോ ഓപ്ഷൻ അറ്റ് എ ടൈം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കൺസീലിൻ്റെ സിനോണിം പറയുമ്പോൾ അത് ഓപ്ഷൻ ബി ആണെന്നും, സി അൺഅവെയർ ഡോണ്ട് റിയലൈസ് അല്ലെങ്കിൽ നോട്ട് റിയലൈസിങ് എന്ന് പറയുമ്പോൾ അത് സി ആണെന്നും, റിലക്റ്റൻറ്റ് ടു സീക്ക് അസിസ്റ്റൻസിൻ്റെ സിനോണിമായിട്ട് ഫാമിലീസ് ഡോണ്ട് കം ഫോർവേഡ് ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഓഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് എയും പറയുന്നുണ്ടല്ലോ, ബിയും ഉണ്ടല്ലോ, സിയും ഉണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. പക്ഷേ എങ്ങനെ നമുക്ക് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാം, ബി വരില്ല സി വരില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അത് ആ ഓഡിയോ പോകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിൽ, ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ പേരൻസ് എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ പേരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ടീച്ചേഴ്സ് ആർ അൺഅവെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമാണ് ആൻസർ വരാത്തതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. എ എങ്ങനെ വന്നു നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ ഓഡിയോ എങ്ങനെ കേൾക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ച് എങ്ങനെ ആൻസർ ചെയ്യാം, ഈ ഒരു രീതിയിൽ ലിസണിങ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഫെയിലായി നിൽക്കുന്നവർക്ക് OET പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.